എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്, എന്റെ പ്രിയപ്പെട്ടവരെ, അലിയാര് തങ്ങളുമായി കുടുംബജീവിതം നയിച്ചു. അടിയുമില്ല, വഴക്കുമില്ല, ബഹളങ്ങളുമില്ല, കുറ്റപ്പെടുത്തലുമില്ല, പരിഹാസവുമില്ല. അവര് രണ്ടുപേരും സന്തോഷത്തോടെ ജീവിച്ചു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 29 വയസ്സായി. ഫാത്തിമ ബീവി എത്ര കൊല്ലം ജീവിച്ചു? നിന്നെ പോലെ 50 വർഷം ജീവിച്ചില്ല, 40 വർഷം ജീവിച്ചില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് 29 വയസ്സുവരെ ജീവിച്ചുള്ളൂ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം നിങ്ങൾ പഠിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങളുമായി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ റസൂലിന് സുഖമില്ലാതായത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം പിടിച്ചു. പ്രവാചകന് രോഗം പിടിച്ചു വല്ലാത്ത പ്രയാസത്തിൽ കിടക്കുമ്പോ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഞാൻ എന്റെ ഉപ്പാടെ വീട്ടിൽ പോട്ടെ, ഞാൻ എന്റെ ഉപ്പാടെ വീട്ടിൽ പോട്ടെ, എന്റെ ഉപ്പ രോഗിയായി കിടക്കുകയാ, എന്റെ ഉപ്പാനെ എനിക്ക് ചികിത്സിക്കണം, എന്റെ ഉപ്പായ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യണം. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനോട് അനുവാദം ചോദിച്ചിട്ട് രോഗിയായി കിടക്കുന്ന വാപ്പാടെ ചാരത്ത് പോയി. നീ നിന്നെ കുറിച്ച് ചിന്തിക്ക്. നിന്നെ ഇത്രയും കാലം പോറ്റി വളർത്തി, നല്ലതുപോലെ കഷ്ടപ്പെട്ട് നിനക്കൊരു വിവാഹ ജീവിതം ഉണ്ടാക്കി തന്ന നിന്റെ വാപ്പ രോഗം പിടിച്ച് കിടക്കുന്നു, ഉമ്മ രോഗം പിടിച്ച് കിടക്കുന്നു. അവരെ ഒന്ന് നോക്കാൻ വേണ്ടി നീ നിന്നെ വിളിച്ച നീ പറയും, മക്കൾക്ക് ട്യൂഷൻ ഉണ്ട്, മക്കൾക്ക് മദ്രസയിൽ പോകണം, മക്കൾക്ക് സ്കൂളിൽ പോകണം. നീ പോകാറുണ്ടോ? വാപ്പ രോഗം പിടിച്ച് കിടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, വാപ്പായിക്ക് ഏറ്റവും ഇഷ്ടം നിന്നോടാ. എന്റെ പ്രിയപ്പെട്ടവര് മനസ്സിലാക്കണം, പെൺകുട്ടികൾക്ക് വാപ്പാനെ വല്ലാത്ത ഇഷ്ടമാ, വാപ്പമാരെ വല്ലാത്ത ഇഷ്ടമാ. അള്ളാഹുവിന്റെ റസൂല് സുഖമില്ലാതെ കിടന്നപ്പോ ഫാത്തിമ പോയിട്ട് ഭർത്താവിനോട് ചോദിച്ചു, ഞാൻ പൊക്കോട്ടെ, എന്റെ ഉപ്പാനെ എനിക്ക് നോക്കണം, എന്റെ ഉപ്പാനെ എനിക്ക് നോക്കണം. എന്റെ പ്രിയമുള്ളവരെ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് വന്നു. പ്രവാചകന് വെള്ളമെടുത്തു കൊടുത്തു, കൈകാലുകൾ നെക്കിക്കൊടുത്തു. അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗം പിടിച്ചിട്ട് വല്ലാത്തൊരവസ്ഥയിൽ പ്രവാചകന് രോഗം കൂടിയിട്ട് ഇങ്ങനെ കിടക്കുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൈകാലുകൾ ഇങ്ങനെ നെക്കിക്കൊടുക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫാത്തിമ, മോളെ ഫാത്തിമ, വാപ്പ ഒരു കാര്യം പറയാം, എന്റെ പൊന്നുമോള് വിഷമിക്കരുത്, എന്റെ പൊന്നുമോള് വിഷമിക്കരുത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമകളോട് പറഞ്ഞു, മോളെ, വാപ്പയുടെ മരണമെടുത്തു, ഉപ്പാന്റെ മരണമെടുത്തു. ചില അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു ഫാത്തിമ. എല്ലാ വർഷവും റമളാനിന് ഒരു പ്രാവശ്യം ജിബ്രീൽ അലൈഹിസ്സലാമിന് ഖുർആൻ മുഴുവനും ഓതി കേൾപ്പിക്കണം. പക്ഷെ ഈ പ്രാവശ്യം 2 പ്രാവശ്യം വാപ്പ ഓതി കേൾപ്പിച്ചു. റമളാൻ മാസത്തിൽ 2 ഖത്തം ഞാൻ തീർത്തു, എന്റെ മരണമെടുത്തു, അതിന്റെ അടയാളങ്ങളൊക്കെ ഞാൻ കണ്ടു. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നാര മകളോട് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, വാപ്പാ, എനിക്ക് നീ ആരാ ഉള്ളേ? അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോള് പ്രവാചകൻ പറഞ്ഞു, മോളെ, എന്റെ മരണമെടുത്തു എന്ന് ചോദിച്ചപ്പോ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള് ഉപ്പാനോട് ചോദിക്ക, ഉപ്പാ, എന്റെ ഉമ്മ പോയി, എന്റെ ഉമ്മ എന്റെ ചെറുപ്പത്തിലേ പോയി, എന്റെ താത്താമാര് പോയി, എന്റെ അനുജന്മാര് പോയി, ഉപ്പാ, ഇനി നിങ്ങളും കൂടെ പോയാ ഇനി എനിക്ക് ആരുണ്ട്? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മക്കളുള്ള, അലിയാര് തങ്ങളുള്ള ഫാത്തിമ ബീവിക്ക് മക്കളുണ്ട്. ഫാത്തിമ ബീവിക്ക് മക്കളുണ്ട്, അലിയാര് തങ്ങൾ എന്ന ഭർത്താവുണ്ട്. എന്നിട്ടും ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോള്, കെട്ടിച്ചു വിട്ട പൊന്നുമോള്, വാപ്പ മരിക്കാൻ പോകുകയാ എന്ന് പറഞ്ഞപ്പോ ചോദിച്ചു, ഉപ്പ, എന്റെ ഉമ്മ പോയി, എന്റെ സഹോദരങ്ങളും സഹോദരിമാരും കരയണ്ട, മോള് കരയണ്ട, എന്റെ പൊന്നുമോള് കരയണ്ട, ഉപ്പ പോയാ തൊട്ടു പുറകില് നീയുണ്ട് മോളെ. അള്ളാന്റെ റസൂല് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞു കൊടുത്തു, മോളെ, ഉപ്പ പോയാ തൊട്ടു പുറകില് നീയുണ്ട്, എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം മരിക്കുന്നത് നീയാ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ചരിത്രം പറയാ, ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തത്. 29 വയസ്സേ ഉള്ളൂ പെണ്ണെ. 29 വയസ്സുള്ള 5 മക്കളുടെ ഉമ്മയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഭർത്താവുണ്ട്, മക്കളുണ്ട്, എല്ലാരും ഉണ്ട്. നിനക്ക് 50-60 വായി, നിനക്ക് ഇപ്പോഴും പേടി. 29 വയസ്സുള്ള ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളോട് പറഞ്ഞു, ഈ കൊല്ലം തന്നെ നീ മരിക്കും ഫാത്തിമ.
ഈ വർഷം തന്നെ നീ മരിക്കുമെന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീബി കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാന് ചുംബനം കൊടുക്ക. എന്റെ ഉപ്പയില്ലാത്ത ദുനിയാവ് എനിക്ക് വേണ്ട. അതാ സ്നേഹം, അതാ സ്നേഹം. ഫാത്തിമ പറയും, എന്റെ വാപ്പ ഇല്ലെങ്കിൽ എനിക്കിനി വേണ്ട, എന്റെ ഉപ്പയില്ലാത്ത ദുനിയാവ് എനിക്ക് വേണ്ട. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പൊട്ടിക്കരഞ്ഞ. അവിടുന്ന് പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നീ എന്തിനാ ഫാത്തിമ ചിരിച്ചേ? ഞാൻ പറയൂല, എന്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ, എന്റെ ഉപ്പ പറഞ്ഞ രഹസ്യമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്ന് ഫെബ്രുവരി 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ. നീ പഠിക്കണം ഫാത്തിമയെ കുറിച്ച്. 29 കൊല്ലമേ ജീവിച്ചുള്ളൂ പെണ്ണെ. ആ പെണ്ണ നാളെ സ്വർഗത്തിൽ നിന്റെ മുന്നിൽ നിൽക്കുന്നത്. ആ ഫാത്തിമ ബീവിയുടെ പുറകിൽ നിന്നാ നീ സ്വർഗത്തിൽ പോകേണ്ടത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവസാനം പടച്ചവനെ സക്കറാത്തിന്റെ അവസ്ഥയിൽ 29ാമത്തെ വയസ്സിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നീ പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി, മുത്തുനബി വഫാത്തായി. ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ചരിത്രം അറിയാം. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫാത്തിമയെ കൊണ്ട് സഹിക്കാൻ കഴിയാത്തതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അവിടെ മയ്യത്ത് കൊണ്ടുപോയി, അവിടത്തെ മയ്യത്ത് കൊണ്ടുപോയി കബറടക്കിയിട്ട് തിരിച്ചു വന്നപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, അനസ്, നിനക്ക് എങ്ങനെ തോന്നി എന്റെ ഉപ്പാടെ നെഞ്ചത്ത് മണ്ണ് വാരിയിടാൻ? 10 കൊല്ലം ഹാദിമായി ജീവിച്ചിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിച്ചു, നിനക്ക് എങ്ങനെ പറ്റി അള്ളാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിൽ മണ്ണ് വാരിയിടാൻ നിനക്ക് എങ്ങനെ തോന്നി അനസ്? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അലിയാര് തങ്ങൾ പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാ ഉണ്ടായ. നിനക്കൊക്കെ നിന്റെ മാതാപിതാക്കളോട് എത്ര സ്നേഹമുണ്ടോ സഹോദരി? അലിയാര് തങ്ങൾ പറയാ, മുത്തുനബി വഫാത്തായപ്പോ എനിക്ക് 2 നഷ്ടമാ ഉണ്ടായ. ഒന്ന്, മുത്തുനബി വഫാത്തായതെന്ന് പറയുന്ന നഷ്ടം. അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായപ്പോ മുത്തുനബി മരണപ്പെട്ടതിന്റെ ദുഃഖം എനിക്കുണ്ടായി. 2ാമത്തെ നഷ്ടം എന്തെന്നറിയോ? എന്റെ ഫാത്തിമ പോയി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ഫാത്തിമ ചിരിച്ചിട്ടില്ല. നിങ്ങൾ ചരിത്രം എടുത്തു നോക്ക്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം എടുത്തു നോക്ക്. അലിയാര് തങ്ങൾ പറയുന്നുണ്ട്, മാ റഅയ്തുഹാ ഫാത്തിമ, ഞാൻ കണ്ടിട്ടില്ല ഫാത്തിമ ബീബി റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായതിനു ശേഷം മരിക്കുന്ന ദിവസം വരെ ചിരിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് തമാശകൾ പറഞ്ഞു നോക്കി. എന്റെ ഫാത്തിമാനെ ഒന്ന് ചിരിപ്പിക്കാൻ ഞാൻ ഒരുപാട് തമാശകൾ പറഞ്ഞു നോക്കി. എന്റെ മക്കള് കളിപ്പിച്ചു നോക്കി. പക്ഷേ ഫാത്തിമ മരിക്കുന്നത് വരെ ചിരിച്ചിട്ടില്ല എന്ന് മഹാനായ സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എപ്പോഴും കരച്ചല. ഉപ്പാനെ കുറിച്ച് പറഞ്ഞിട്ട് എപ്പോഴും ഫാത്തിമ കരച്ചല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അവസാനം ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ 29 വയസ്സ് തികയാറായി, അവിടെ നിന്ന് കഴിയാറായി. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചൊരുങ്ങി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് വീട്ടിലേക്ക് കയറി വന്നു. കഴിക്കാൻ ഭക്ഷണമൊക്കെ കൊടുത്തു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തട്ടിൽ തലവെച്ചിട്ട് അലിയാര് തങ്ങളുടെ മടിയിൽ കിടന്നിട്ട് ഫാത്തിമ ബീബി പറഞ്ഞു, അലിയെ, ഞാൻ പോകുകയാ, എന്റെ മരണമെടുത്തു അലിയെ, ഞാൻ പോകുകയാ അലിയെ, എന്റെ മക്കളെ നിങ്ങൾ നോക്കിക്കൊള്ളണം. എന്റെ ഹസനും ഹുസൈനെയും അള്ളാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീബി കയ്യിൽ പിടിച്ചിട്ട് ഫാത്തിമ ബീബിയെ കൊടുത്തിട്ട് എന്തു പറഞ്ഞോ അതുപോലെ തന്നെ 29 വയസ്സുള്ള ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഹസനും ഹുസൈൻ എന്ന തന്റെ പൊന്നാര മക്കളെ അലിയാര് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കളെ പൊന്നുപോലെ നോക്കണം, എന്റെ പൊന്നുമക്കളെ വേദനിപ്പിക്കരുത്, എന്റെ പൊന്നുമക്കൾക്ക് ഒന്നിനും കുറവ് വരുത്തരുത്, നിങ്ങൾ അവരെ സ്നേഹിക്കണം. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചു കൊടുത്തു. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടെ നിന്ന് യാത്ര പറയുമ്പോ അലിയാര് തങ്ങൾ കരയുകയാ. ഫാത്തിമ ബീവിയുടെ വാ പൊത്തിപ്പിടിച്ചിട്ട് അലിയാര് തങ്ങൾ ചോദിച്ചു, ഫാത്തിമ, നീ എന്നോട് യാത്ര ചോദിക്കുന്നു, നീ എന്നെ വിട്ടിട്ട് പോകുകയാണോ? എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മരിക്കുമ്പോഴും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത് എന്തെന്നറിയോ? അലിയെ, ഞാൻ മരിച്ച എന്റെ മയ്യത്ത് പകല് കബറടക്കരുത്, രാത്രിയിലെ കബറടക്കാവൂ. എന്റെ ജനാസ പകല് കബറടക്കരുത്, രാത്രിയിലെ കൊണ്ടുപോയി കബറടക്കാവൂ. എന്തേ ഫാത്തിമ നീ അങ്ങനെ പറഞ്ഞേ?
എന്താ പകല് കബറടക്കിയാൽ എന്താ? പൂച്ചക്കാടിന്റെ പരിസരത്തുള്ള പെങ്ങളെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറഞ്ഞതെന്തെന്നറിയോ? എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ ജനാസ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ മയ്യത്ത് പൊതിയുന്നതും മയ്യത്ത് ചുമക്കുന്നതും മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നതും അന്യ പുരുഷന്മാരാ. അവനെന്റെ ശരീരം കാണില്ലേ ഫാത്തി അലിയെ? എന്റെ ശരീരം 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് എന്റെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ കബറിൽ ഇറക്കുമ്പോ അന്യ പുരുഷന്മാര് എന്റെ ശരീരത്തിന്റെ വടിവ് കാണും. എനിക്ക്